ജനറ്റിക് ഡിസോർഡേഴ്സിൽ ആദ്യത്തെയാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. എന്താണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്? സോ മെൻഡലിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്ന ഡിസീസസ് അഥവാ ഡിസോർഡേഴ്സാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. സോ എന്താണെന്ന് നോക്കിയാൽ അതിൻ്റെ ഡെഫിനേഷൻ, ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, എന്തെങ്കിലും ചേഞ്ചുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രോമസോമിലോ ജീനുകളിലോ വരുന്ന ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഇൻ എ സിംഗിൾ ജീൻ, ഒറ്റ ജീനിൽ തന്നെ വരുന്ന ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ആണ് ഈ പറയുന്ന മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. സോ മെൻഡേലിയൻ ഡിസോർഡേഴ്സിന് കാരണം എന്താണ്? ഒരു സിംഗിൾ ജീനിൽ വരുന്ന ഓൾട്ടറേഷൻസോ അല്ലെങ്കിൽ മ്യൂട്ടേഷനോ ആയിരിക്കും മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ റീസൺ. ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ പ്രത്യേകത, ട്രാൻസ്മിറ്റഡ് ടു ദ ഓഫ്സ്പ്രിങ്, ആ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഓഫ്സ്പ്രിങ് ഓൺ ദ സെയിം ലൈൻ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ പറഞ്ഞ ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യണത് എങ്ങനെയാണോ മെൻഡൽ പറഞ്ഞ ആ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് അതേ സെയിം ലൈനിൽ തന്നെയാണ് ഈ ഓഫ്സ്പ്രിങ്സിലേക്ക് ഡിസോർഡേഴ്സ് ട്രാൻസ്മിറ്റ് ആണ്. സോ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് സെയിം ലൈനിൽ ആ പാരൻറ്റ് ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ യങ്ങർ പ്രോജനിയിലേക്ക് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിലേക്ക് ആ ഡിസോർഡേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെയിം ലൈനിലാണ്. അതും ഫോളോ ചെയ്യണത് നമ്മുടെ മെൻഡൽ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വഴിയാണ്. The pattern of inheritance of Mendelian disorders can be traced in a family by pedigree analysis. ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞ സെയിം ലൈൻ, ആ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഓരോ ഡിസീസസും ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ എല്ലാ ഡിസോർഡേഴ്സും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ക്യാൻ ബി ട്രേസ്ഡ് ഇൻ എ ഫാമിലി ബൈ പെഡിഗ്രി. ഒരു ഫാമിലിയിലുള്ള ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് നമുക്ക് അവരുടെ പെഡിഗ്രി അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആ ഫാമിലിയിൽ ഉണ്ടായത്, എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റഡ് ആവണേ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് ഫോളോ ചെയ്യണേ എന്നൊക്കെ നമുക്കൊരു പെഡിഗ്രി അനാലിസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ ആ ട്രേറ്റുകൾ, ആ ഏത് ട്രേറ്റ് ആണോ അല്ലെങ്കിൽ ഏത് ഡിസോർഡേഴ്സ് ആണോ ഏത് അബ്നോർമാലിറ്റി ആണുള്ളത് ആ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റ് ഇറ്റ് മേ ബി ഡോമിനൻ്റ് ആവാം അല്ലെങ്കിൽ റെസിസീവ് ആവാം. ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് ആവാം അല്ലെങ്കിൽ റെസിസീവ് ആയിട്ടുള്ള ട്രേറ്റുകളാവാം. രണ്ടാമത്തത് ദ ട്രേറ്റ് മേ ബി ലിങ്ക് ടു ദ സെക്സ് ക്രോമസോം. ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഈ സിംഗിൾ ജീനിൽ കാണുന്ന ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ആ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് അത് ഒരു പക്ഷേ ലിങ്ക് ടു സെക്സ് ക്രോമസോം ആയിരിക്കാം. ആ സെക്സ് ക്രോമസോമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആയിരിക്കാം. അതിനൊരു എക്സാമ്പിളാണ് ഹീമോഫീലിയ. സോ ഹീമോഫീലിയ എന്ന് പറഞ്ഞത് ഒരു സെക്സ് ക്രോമസോമുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു മെൻഡേലിയൻ ഡിസോർഡേഴ്സാണ്. സോ എക്സ് ലിങ്ക്ഡ് റെസിസീവ് ട്രേറ്റ് ആണ് അവിടെ വരുന്നത്. എക്സ് ലിങ്ക്ഡ് റെസിസീവ് നമ്മൾ പറഞ്ഞു ആ ട്രേറ്റ് എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആവാം റെസിസീവ് ആവാം. സോ ഇവിടെ പറഞ്ഞത് സെക്സ് ക്രോമസോമായിട്ട് അതായത് എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റെസിസീവ് ട്രേറ്റ് ആണ് ഹീമോഫീലിയ. ഈ പറഞ്ഞ എക്സ് ലിങ്ക്ഡ് റെസിസീവ് ട്രേറ്റ് ആയിട്ടുള്ള ഈ ഹീമോഫീലിയ എന്ന് പറഞ്ഞ ഡിസീസിൻ്റെ പ്രത്യേകത ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണത് അതെങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത് നോക്കിയേ. കാരിയർ ഫീമെയിൽ ടു മെയിൽ പ്രോജനി. സോ അവിടെ ഫീമെയിൽ ഒരു കാരിയറായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, അമ്മയിലൂടെ മെയിൽ പ്രോജനിയിലേക്ക് വരികയാണ്. സോ അമ്മയ്ക്ക് ഡിസീസ് ഉണ്ടാവണമെന്നില്ല, അമ്മ ജസ്റ്റ് ഒരു കാരിയറായിട്ട് നിൽക്കുകയും അത് മെയിൽ പ്രോജനി അതിൻ്റെ ഓഫ്സ്പ്രിങ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ആ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കാരിയറായിട്ടുള്ള ഫീമെയിൽ നിന്ന് മെയിൽ പ്രോജനി മെയിൽ ഓഫ്സ്പ്രിങ്സിലേക്കാണ് ഈ പറഞ്ഞ ഹീമോഫീലിയ പോലത്തെ ഡിസീസ് ക്യാരി ചെയ്യുന്നത്. നമ്മുടെ മെൻഡേലിയൻ ഡിസോർഡറിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ ഹീമോഫീലിയ. ഇതുപോലെ വേറെ കുറച്ച് എക്സാമ്പിളുകൾ കൂടി മെൻഡേലിയൻ ഡിസോർഡേഴ്സിനുണ്ട്. നമ്മൾ പറഞ്ഞ ഹീമോഫീലിയ. രണ്ടാമത്തത് സിസ്റ്റിക് ഫൈബ്രോസിസ് ഒരു മെൻഡേലിയൻ ഡിസോർഡറാണ്. അതുപോലെ സിക്കിൾ സെൽ അനീമിയ അതും ഒരു മെൻഡേലിയൻ ഡിസോർഡറാണ്. അടുത്തത് കളർ ബ്ലൈൻഡ്നെസ് അതും ഒരു മെൻഡേലിയൻ ഡിസോർഡറാണ്. അതുപോലെ ഫീനൈൽ കീറ്റോനൂറിയ, ഇനി ഒന്നുകൂടി ഉണ്ട് തെലാസേമിയ. ഇത്രയും ഡിസോർഡേഴ്സൊക്കെ എന്താണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സാണ്. സോ മെൻഡേലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സിംഗിൾ ജീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഓൾട്ടറേഷനോ മ്യൂട്ടേഷനെയാണ് നമ്മൾ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുക. ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആ സെയിം ലൈനിൽ ഫോളോ ചെയ്യുന്നത് മെൻഡൽ പറഞ്ഞ ആ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് വഴിയാണ്. അതുപോലെ ആ ഡിസീസസ് നമുക്ക് ഒരു ഫാമിലിയിൽ പെഡിഗ്രി അനാലിസിസ് അല്ലെങ്കിൽ പെഡിഗ്രി അനാലിസിസിലൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ഡിസോർഡേഴ്സിന് കാരണക്കാരായ ട്രേറ്റ് ഒരുപക്ഷെ ഡോമിനൻ്റ് ആവാം, ഒരുപക്ഷെ റെസിസീവ് ആവാം. അതുപോലെ ഈ ട്രേറ്റ് ഒരുപക്ഷെ സെക്സ് ക്രോമസോമായിട്ട് ലിങ്ക്ഡ് ആവാം.
ഇത്രയൊക്കെയാണ് മെൻ്റലിയൻ ഡിസോർഡേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഡിസീസുകൾ 1 by 1 ആയിട്ട് നോക്കാം.